അനിർവചനീയമായ 21 ദിവസങ്ങൾ പിന്നിട്ട് 22ാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ റജബിനെ അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ആദരിച്ചതിനെ ആദരിക്കുകയും ചെയ്യുക എന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. തഅളീമു മാ അള്ളമല്ലാഹ് വതഹ്കീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക. അത് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. അത് നമ്മുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മൾ വിജയിക്കാനുള്ള കാരണമാണ് എന്ന് മഹത്തുക്കളായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈസാ നബിയെ, ഇന്ന സ്ഥലത്ത് എന്റെ ഒരു അടിമ മരണപ്പെട്ടിട്ടുണ്ട്. അയാളെ നിങ്ങൾ പോയി കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും മറവ് ചെയ്യുകയും ചെയ്യണേ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മയ്യത്തിനെ തെരഞ്ഞിങ്ങനെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു, അത്രേ, ഈസാ നബിയെ, നിങ്ങൾ എന്തിനാണ് വന്നത്? ഈ മയ്യത്തിന്റെ കാര്യത്തിലാണോ നിങ്ങൾ വന്നത്? ഇവിടെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ മനുഷ്യൻ ഞങ്ങൾക്കിടയിൽ ഒരു നിലക്കുള്ള നിലയും വിലയുമുള്ള ആളല്ല, ആർക്കും ഒരു പരിഗണിക്കപ്പെടുന്ന മനുഷ്യനല്ല. പിന്നെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനോട് ആ മനുഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈസാ നബി ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ആ മനുഷ്യനെ കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും ദഫൻ ചെയ്യുകയും ചെയ്തതിന് ശേഷം അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ കാര്യത്തിൽ എന്തിനാണ് എന്നെ നിയോഗിച്ചത്? ഇവിടെ എത്രയോ മനുഷ്യന്മാർ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത്? അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, ഈസാ നബിയെ, ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് ചില വർത്തമാനങ്ങൾ എന്നോട് പറയുകയുണ്ടായി. ആ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനെ പരിഗണിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ പരിഗണിച്ചു ഈസാ നബിയെ. മാത്രമല്ല, ആ മനുഷ്യൻ വല്ലാത്ത ഒരു സ്നേഹമാണ് എന്നോട് കാണിച്ചത്. അത് കാരണമായി ആ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് ഈസാ നബിയെ അങ്ങയെ ഞാൻ പറഞ്ഞയച്ചത് എന്ന് അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞ വർത്തമാനം ഒന്നാമത്തത് ഇങ്ങനെയായിരുന്നു, അല്ലാഹുവേ, ഞാനൊരു സ്വാലിഹായ മനുഷ്യനല്ല എന്ന് നിനക്കറിയാലോ. ഞാൻ അങ്ങനെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവനല്ല, ഞാൻ നോമ്പും കൃത്യമായി നിർവഹിച്ചവനല്ല, ഞാൻ തിന്മകൾ ചെയ്യുന്നവനാണ് നിനക്കറിയാലോ റബ്ബേ. ഞാനൊരു കാരണവശാലും നന്മകൾ ചെയ്യാത്തവനാണെന്ന് നിനക്കറിയാലോ റബ്ബേ. പക്ഷേ എന്നാലും അല്ലാഹുവേ, നന്മ ചെയ്യുന്ന ആളുകളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, നിസ്കരിക്കുന്ന ആളുകളോട് എനിക്ക് വലിയ താല്പര്യമാണ്, കളവ് പറയാത്തവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, പലിശ കൊടുക്കാത്തവരോടും വാങ്ങാത്തവരോടും എനിക്ക് സ്നേഹമാണ്. അല്ലാഹുവേ, കളവ് പറയാത്തവരോട് എനിക്ക് വലിയ ബഹുമാനമാണ്, വ്യഭിചരിക്കാത്ത ആളുകളോട്, നിസ്കാരങ്ങൾ നിലനിർത്തുന്നവരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അല്ലാഹ്. അത് കാരണമായി നിനക്കെന്നെ പരിഗണിച്ചൂടെ അല്ലാഹ്. ആ മനുഷ്യന്റെ ഒരു
ആ മനുഷ്യൻ പറഞ്ഞത്, അല്ലാഹുവേ, ഞാൻ വലിയ സ്വാലിഹായ മനുഷ്യനൊന്നല്ല, നിനക്കറിയാലോ. എന്നാൽ സ്വാലിഹീങ്ങളായ ആളുകളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അല്ലാഹുവേ. നിസ്കരിക്കുന്ന ആളുകളോട്, നന്മ പറയുന്ന ആളുകളോട്, സാദാത്തുക്കളോട്, ആലിമീങ്ങളോട്, ഇൽമിന്റെ ശിആറുകളോടൊക്കെ വലിയ താല്പര്യമുള്ള മനുഷ്യനാണ്. ആ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ, എന്നെ സ്വീകരിച്ചൂടെ? അല്ലാഹു മനുഷ്യനെ സ്വീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നമ്മൾ കൂടിയതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ സാത്വികമായ പാതയത്തിലാണ് വിജയമുള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് നല്ല പാതയാണ്. വേറെ ഏത് സംഘടന പരിശോധിച്ചാലും അതിന്റെ നേതാക്കന്മാരെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അതുണ്ടാക്കിയ ആളുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സമൂഹത്തിന് പൂർണ്ണമായ സ്വീകാര്യതയുള്ള ആളുകളാവുകയില്ല. അത്തരം സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ബീജാവാപം നൽകുകയും ചെയ്തവർ. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആധികാരിക, പരമാധികാരിക, പരമോന്നത പണ്ഡിത സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദുന വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങളവർ. സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യനല്ലേ ഈ സംവിധാനത്തിന്റെ ആദ്യത്തെ നേതാവായി വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത്ര സാത്വികമായ. പിന്നെ ആരാണ്? ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഈ സംവിധാനത്തെ ഉണ്ടാക്കാൻ ഓടി നടന്നവരാണ്. ഇന്നും പാങ് എന്ന് പറയുന്ന ഒരു പ്രദേശം ബസ് പോലും മര്യാദക്ക് കിട്ടാത്ത നാടാണ്. അത്രക്ക പുരോഗതി ഉണ്ടായിട്ടും ബസ്സൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഇന്നും കുറവുള്ള ഒരു സ്ഥലമാണ് പാങ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കുറ്റപ്പെടുത്ത കുറച്ച് കാണിക്കല്ല. 300 ഏക്കർ സ്ഥലം മഹാനായിരിക്കുന്ന പാങ്ങിൽ ഉസ്താദിനുണ്ടായിരുന്നു എന്നാണ്. മഹാനായിരിക്കുന്ന ഹബീബിന് മാലിക് എന്ന് പറയുന്ന ഒരു താബിഈ പ്രമുഖൻ മഹാനവറുകൾ യമനിലേക്ക് വന്ന്, യമനിൽ നിന്ന് നമ്മുടെ കോഴിക്കോട്ട് വന്ന്, കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം തിരൂരങ്ങാടി പള്ളിയുടെ ചാരത്ത് താബിഈ പ്രമുഖനാണ് മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ മാലിക് എന്ന് പറയുന്നത്, ഹബീബിന് മാലിക് എന്ന് പറയുന്നത്. ആ ഹബീബിന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബിയെ കണ്ട് വിശ്വാസിതനായ ആ താബി ഉണ്ടല്ലോ, ആ താബിന്റെ വഴിയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു നിയോഗിച്ച മഹാനായിരിക്കുന്ന പാങ്ങിൽ ഉസ്താദ് വരുന്നത്. നബി തങ്ങൾക്ക് സന്താന പരമ്പര ഉണ്ടായില്ല, ആൺകുട്ടികൾ ഉണ്ടായില്ല, മരിച്ചുപോയല്ലോ. എന്നാൽ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനം കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺകുട്ടികളുടെ താവയായി അല്ലാഹു തആല നൽകിയില്ല. ഇതേപോലെ മഹാനായിരിക്കുന്ന പാങ്ങൽ ഉസ്താദിന് ഒരു മകനുണ്ടായിരുന്നു. 1970 അവസാനത്തിൽ വന്യരായ ഉസ്താദ് അവർകൾ വഫാത്താവുകയുണ്ടായി. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ സന്താന പരമ്പര താഴോട്ട് പോയതുമില്ല. ഈ സംവിധാനം ഉണ്ടാക്കാൻ അല്ലാഹു തആല നിയോഗിച്ചു എന്നാണ് മഹാനായ പാങ്ങിൽ ഉസ്താദിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക. ഞാൻ പറഞ്ഞെന്താണ്, ഇങ്ങനെ സാത്വികമായ വഴിയിലാണ് മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 26ാമത്തെ മുശാവറ മെമ്പറായി 26ാമത്തെ വയസ്സിൽ കയറി വന്നവരാണ്. ജീവിതത്തിൽ കറാഹത്ത് ചെയ്തിട്ടില്ല എന്നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്, ചെയ്യാൻ വല്ല പണിയുള്ള സംഗതിയാണ്. ഹറാമ് ചെയ്തില്ല എന്നല്ല പറയുന്നത്, കറാഹത്ത് ചെയ്തില്ല എന്നാണ്. മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അവരുടെ
കണ്ണൂർ ഭാഗത്തുള്ള ഒരു പ്രദേശത്തേക്ക് ദ്വാരക്കാൻ വേണ്ടി കൊണ്ടുപോയി. മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അന്ന് രാത്രിയിൽ ദുആ നിർവഹിച്ചു. മഴയ്ക്ക് വേണ്ടി ദുആ. ഇന്നത്തെ പോലെ തിരിച്ചു പോകാൻ സൗകര്യങ്ങളുള്ള കാലമല്ലത്. വന്നിരായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് ദുആ ചെയ്ത് രാത്രി ആ പള്ളിയിൽ തങ്ങി. നേരം 9 മണിയാകുമ്പോൾ ആ പള്ളിയുടെ തിണ്ടിലിങ്ങനെ ഇരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലൂടെ ഒരാൾ, നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, അദബ് നഷ്ടപ്പെട്ട വിഭാഗം, അദബ് കേടിൽ നിന്ന് ഉണ്ടായ വിഭാഗം, അത്തരം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ പോകുമ്പോ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടപ്പോ തുണിയൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഔ മഴ പെയ്തിട്ട് വെള്ളത്തുകൂടെ നടക്കാൻ വയ്യ. കാരണം ഇന്നലെ രാത്രി കണ്ണിയത്ത് ഉസ്താദ് മഴയ്ക്ക് വേണ്ടി ദ്വാരങ്ങൾ മഴയില്ല. അപ്പൊ ഉസ്താദിനെ കൊച്ചാക്കാൻ, ഉസ്താദിനെ കളിയാക്കാൻ ഈ മനുഷ്യൻ മടക്കി കുത്തി തുണിയൊക്കെ ഇങ്ങനെ കയറ്റി കൊടുത്ത് വലിയ ആ വെള്ളത്തിലൂടെ നടക്കുകയും ഇന്ന് മഴ പെയ്തത് കാരണം ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്ന് ഉസ്താദിനെ കളിയാക്കുമാർ പറഞ്ഞുകൊണ്ട് നടന്നു പോയപ്പോൾ വന്നിരായ ഉസ്താദ് അവർകൾ പള്ളിയിലേക്ക് പോയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, കണ്ണിയത്ത് അഹ്മദ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാലോ റബ്ബേ. അതുകൊണ്ട് ആ കണ്ണിയത്ത് അഹ്മദ് ഇതാ പ്രായപൂർത്തിയായതിന് ശേഷം ഒരു തിന്മയും ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. നിനക്കിഷ്ടപ്പെടാത്ത ഒരു സംഗതി പോലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്നോട് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് നീ എനിക്ക് തരാതിരിക്കല്ല റബ്ബേ. എനിക്ക് മഴ വേണമല്ലോ. കണ്ണിയത്ത് ഉസ്താദ് ദ്വാരന്ന് കഴിയേണ്ട താമസം മഴ പെയ്യും. അപ്പോ ഞാൻ പറഞ്ഞെന്താ അറിയോ, ആ സാത്വികമായ വഴി നല്ലതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക നമ്മൾ വിജയിക്കാനുള്ള മാർഗമാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. ആ സാത്വികമായ വഴി ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയിൽ എത്തി നിൽക്കുകയാണ്. മഹാരഥന്മാരായിരിക്കുന്ന കാളമ്പാടി ഉസ്താദ്, കോഴക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉമരമ്പൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ വലിയ സാത്വികരായ പണ്ഡിതന്മാർ ഇതിന് നേതൃത്വം നൽകി കടന്നുപോയവരാണ്. അവരൊക്കെ ജീവിതത്തിൽ വല്ലാത്ത സുഹൃത്തുക്കൾ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയില്ലേ, കുണ്ടോട്ടിയിലെ ഉസ്താദിന്റെ വീടിന്റെ മുമ്പിലുള്ള പള്ളി ഉണ്ടല്ലോ, ഷാജഹാൻ റഹ്മാനിക്ക് ദർസൊക്കെ നടത്തിയ പള്ളി. ആ പള്ളി സുബൈക്ക് ഉസ്താദ് വന്നാൽ ഉസ്താദ് ഇങ്ങനെ ദിക്റുകൾ ഔറാദുകളൊക്കെ കഴിഞ്ഞ് ദുആ നിസ്കരിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളത്. പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ചെറുശ്ശേരി ഉസ്താദ് സുജൂദിൽ മരിച്ചു പോയോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അത്ര ദീർഘമായ രീതിയിലുള്ള സുജൂദ് ദുആ നിസ്കാരത്തിന്റെ നിർവഹിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. മരിച്ചു എന്ന് വിചാരിക്കും. നമ്മളൊക്കെ സുജൂദ് ചെയ്യണ ഇപ്പൊ വേണ്ടല്ലോ, പോയി കുത്തണമായി അടിച്ചു പോലെ. എന്നാ ചെറുശ്ശേരി ഉസ്താദ് അങ്ങനല്ല. ദുആ നിസ്കാരത്തിന്റെ സുജൂദ് ഭയങ്കര ദീർഘമായ, അതിൽ ദുആക്കാണ്, അതിന്റെ ദുആകളൊക്കെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട വസാലി ഇമാമൊക്കെ പഠിപ്പിച്ച ദുആകളുണ്ട്, പല മഹാന്മാരും പഠിപ്പിച്ച ദുആകളുണ്ട്. ആ ദുആകളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ദുആക്കുകയാണ്. അങ്ങനത്തെ ഈ സാത്വികന്മാരായ ആളുകൾ അവരുടെ വഴിയിലൂടെയാണ് ഇന്ന് ഈ സംവിധാനം നിലനിൽക്കുന്നത് എന്ന്. കുറച്ചു മുമ്പ് കുണ്ടോട്ടിയിൽ പരിപാടി നടക്കുകയാണ്. ആ പരിപാടി നടക്കുമ്പോൾ നല്ല മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ഉണ്ട് മുതുവറമ്പ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാവും. അദ്ദേഹം നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു മഴ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് പെയ്യൂല, ഇന്ന് ഇവിടെ മഴയില്ല, ആവശ്യമില്ല.
അപ്പൊ ഇവർക്കൊക്കെ പേടിഞ്ഞ് അഥവാ മായതാലോ ഉസ്താദ് പറഞ്ഞത്രേ അതൊക്കെ എൻ്റെ മശായിഖന്മാരായ ആളുകൾ അതിലൊക്കെ കഴിവുള്ളവരാണ്. അവര് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടെ പെയ്യൂല പെയ്തൂല്ല. ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞാലൊക്കെ അത് വലിയ പ്രശ്നമായി തീർച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് അങ്ങനെയുള്ള സാത്വികനായ മഹാന്മാരായ ആലിമീങ്ങൾ ഇന്നും നേതൃത്വം നൽകുന്ന ഈ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ കൂടെ നമ്മൾ ചേർന്ന് ഈ മഹാരഥന്മാരൊക്കെയാണ് സ്വർഗത്തേക്ക് പോകുമ്പോ നമ്മളെ കൊണ്ടുപോകും. കാരണം എന്താണ്? നമ്മൾ അവരെ തഹത്തിലാണ്, നമ്മൾ അവരെ കഥവിലാണ്. അതുകൊണ്ടാണ് അവരെ കൂടെ നമുക്ക് പോകാൻ പറ്റും എന്നത്. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഉണിയൽ വളരെ പ്രൗഢമായി ഇവിടെ ക്യാമ്പിലൊക്കെ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ടാവും. കൃത്യമായി എല്ലായിടത്തും നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ ക്യാമ്പിൽ നിങ്ങൾ വിചാരിക്കരുത്. അവിടെ വന്നാൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് അവിടെ ഇരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല, ഭക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല, പ്രയാസം ഉണ്ടാവും. അപ്പൊ രജിസ്റ്റർ ചെയ്ത ആളുകളൊക്കെ നേരത്തെ സമയബന്ധിതമായി എത്തിച്ചേരണം. നിങ്ങൾക്ക് നൽകപ്പെടുന്ന ടാഗ് അനുബന്ധ സംവിധാനങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതൊക്കെ കൃത്യമായി കാണിച്ച് 100 ആളുകളെ ബ്ലോക്കുകളാക്കി തിരിച്ച് 313 ബ്ലോക്കുകളിലായി ഈ പറയുന്ന 33,013 ആളുകളെ 33,113 ആളുകളെ അവിടെ ഉൾക്കൊള്ളുകയാണ്. വിശാലമായ സൗകര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന നേരത്തെ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ അവിടുന്ന് ദ്വാരക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അവിടുന്ന് ഒരു ദുആ നടക്കുന്നു. അൽഹംദുലില്ലാഹ് വലിയ ഗുണം കിട്ടൂലേ? ഏതെങ്കിലും ഒരാൾ എന്തായാലും സ്വീകരിക്കുന്ന ഉറപ്പാണല്ലോ. ആ കൂട്ടത്തിൽ നമ്മളൊന്ന് രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും സമ്മേളനത്തിലൊക്കെ വരാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹാരഥന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി വർഷങ്ങളായി നടക്കുകയാണ്. ഈ നാടിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് അതാണ്. മഹാരഥന്മാരായ ആളുകളെ സ്മരിക്കുക, അവരെ കൂടെ അവരെ ചേർന്ന് നിൽക്കുക, വലിയ കാര്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ പ്രൗഢമായി നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതൊക്കെ നന്നായി നടത്താൻ മുന്നോട്ട് വരണം. ഓരോ കാലം ചെയ്യുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാകാം. നന്മയെ നശിപ്പിക്കുന്ന ആളുകൾ നമുക്കിടയിലേക്ക് ഇങ്ങനെ വല്ല വന്നുകൊണ്ടിരിക്കും. രോഗം വേഗം ഇങ്ങനെ പകരും, ആരോഗ്യം പകരുകയില്ല എന്നാണല്ലോ. അപ്പോ പരിശുദ്ധമായ സുന്നത്തമായത്തിന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് നമ്മള് ഈ നിൽക്കുന്ന വഴിയിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് കാണിച്ചു തരുന്ന ആ വഴിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് വആഖിർ ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. കാലിക പ്രശസ്ത വാക്കുകൾ കൊണ്ട് നമുക്ക് നസീഹത്ത് ചെയ്തു തന്ന തങ്ങളവർക്ക് സംഘാടന സമിതിയുടെ 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. ഇനി ഈ വേദി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ലോഗോ പായക്കപ്പൽ കൈകൊണ്ട് വരച്ച് കാലിഗ്രഫി ചെയ്ത് ഈ സദസ്സിലേക്ക് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ 9ൽ പഠിക്കുന്ന ഫാത്തിമത്ത് സുഹ ഡോട്ടർ ഓഫ് ഇസ്മായിൽ എന്ന വിദ്യാർത്ഥിനി ഈ സദസ്സിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനെ ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. I would like to congrats such a breathtaking your hard work and talent truly showed today. Calligraphy artist ഫാത്തിമത്തു സുഹ സംഘാടന സമിതിയുടെ 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. ഇനിയും അല്ലാഹു സുബ്ഹാനഹു തആല ആ വിദ്യാർത്ഥിനിയെ ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി ഈ കാലിഗ്രഫിയെ പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വർഗലെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റു ഉലമ ഉമറാക്കലെയും ബഹുമാനപ്പെട്ട സയ്യിദ് വർഗലെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. Once again thank to Fatima Suha. I also congratulations to you. Your hard work and talent truly showed today. And one also thank to his father Ismail.
ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദി ദുആ മജ്ലിസിലേക്ക് സാക്ഷിയാവുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ വന്നുകൊണ്ട് ഈ സദസ്സിനെ ഭംഗിയാക്കി തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഫാത്തിമത്തു സുഹ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് വരച്ചുണ്ടാക്കിയ സമസ്തയുടെ പതാകയും പുതിയ നമ്മുടെ 100ാം വാർഷികത്തിന്റെ ലോകയായ കപ്പലടക്കമുള്ള വരയാണ്. വളരെ മനോഹരമായിട്ടുള്ള അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾക്ക് ഇനിയും ധാരാളം വരക്കാനുള്ള കഴിവും ശേഷിയും അല്ലാഹു തആല നൽകട്ടെ. എല്ലാ കണ്ണേറുകളിൽ നിന്നും എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുകയും ചെയ്യട്ടെ. ആ കുട്ടിയുടെ പഠനത്തിലും മറ്റു പരീക്ഷയിലും ഒക്കെ ഉന്നതമായ വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ലേലം ചെയ്യാൻ വേണ്ടി തന്നതാണ്. അതൊരുപാട് നല്ല ഇത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒന്ന് ലേലം വിളിക്കാം അല്ലേ? ഒരു 2000 രൂപ തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാവും? മേലക്കത്രയും വിളിക്കാം. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഇതിന് നൽകുന്ന സംഖ്യകൾ നാളെ നരകത്ത് തൊട്ട് നീ മറയാക്കണേ അല്ലാഹു. അത് കൊണ്ടുപോകുന്നവർക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ.